ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷാദ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടാണ്. അതായത് 1857 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മുതൽ 1947 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നത് വരെയുള്ള 90 വർഷക്കാലമാണ് നമ്മൾ മോഡേൺ ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം 1857 തുടങ്ങി 1916 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ ആ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ അതിനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ അതുകൂടി ഒന്ന് കാണാൻ ട്രൈ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോം റൂൾ മൂവ്മെൻറ്റ്. 1916 ഹോം റൂൾ മൂവ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഒപ്പം അതിനെപ്പറ്റി ചെറിയൊരു ധാരണയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അത്രേ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഹോം റൂൾ മൂവ്മെൻറ്റ് നമ്മൾ പറയുന്നത് ഹോം റൂൾ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ മറ്റൊരു അർത്ഥം അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് എന്ത് പറയാം, സെൽഫ് റൂൾ, സ്വഭരണം അല്ലേ. ഹോം റൂൾ അല്ലെങ്കിൽ എന്താ, സെൽഫ് റൂൾ, സ്വന്തമായിട്ട് നമ്മൾ ഭരിക്കുക. ആ സെയിം അർത്ഥം വരുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് സ്വരാജ് എന്ന് പറയുന്നത്. എന്താ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്ന സ്വരാജ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സെയിം അർത്ഥമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഹോം റൂൾ അല്ലെങ്കിൽ അതിന് അർത്ഥമായിട്ട് നമുക്ക് പറയാം സെൽഫ് റൂൾ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വാക്കായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്വരാജ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഓർക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് ഈ വേർഡ്, അതായത് ഈ ഹോം റൂൾ എന്ന് പറയുന്ന വാക്ക് ഏത് രാജ്യത്തു നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ കുറേയധികം അഡോപ്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സോ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതവണ PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഹോം റൂൾ മൂവ്മെൻറ്റിലെ ഹോം റൂൾ എന്ന് പറയുന്ന വാക്ക് ഏത് രാജ്യത്തു നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കടമെടുത്തിരിക്കുന്നത്. സോ ആ മാർക്ക് നമ്മളിവിടെ സേഫ് ആക്കാണ്. ഏത് രാജ്യത്തു നിന്നാണ്, അയർലൻഡിൽ നിന്നാണ് ഈ ഹോം റൂൾ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ ആ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ ഓർത്തിരിക്കുക. ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോം റൂൾ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. സോ എന്താ ഹോം റൂൾ മൂവ്മെന്റ് നമ്മൾ നോക്കി. ഇനി അടുത്തതിലോട്ട് വരികയാണ്. ആരാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരണമെങ്കിൽ എന്തായിട്ടും അതിന് എന്തുണ്ടാവണം, ഒന്നോ രണ്ടോ പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവണം. വളരെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒന്നോ രണ്ടോ ലീഡേഴ്സ് ഉണ്ടാവണം. ആരൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബസന്റ്, നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. ആനി ബസന്റ് ആണ് ഹോം റൂൾ മൂവ്മെന്റിന്റെ ചീഫ് ലീഡർ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ലീഡർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒപ്പം തന്നെ കഴിഞ്ഞില്ല, നമുക്ക് ആരുകൂടിയുണ്ട്, നമ്മുടെ തിലകൻ, ബാലഗംഗാധര തിലകൻ, BG തിലകൻ, ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്ന ആൾ കൂടി ഹോം റൂൾ മൂവ്മെന്റ് എന്തുണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്. ആക്ച്വലി ആനി ബസന്റും ബാലഗംഗാധര തിലകനും കൂടിയാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഹോം റൂൾ മൂവ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നാണ് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. തമിഴ്നാട്ടിലെ അടയാർ എന്ന് പറയുന്ന പ്ലേസിൽ, തമിഴ്നാട്ടിലെ അടയാർ എന്ന് പറയുന്ന പ്ലേസിൽ ഇരുന്നാണ്, അല്ലെങ്കിൽ ആ പ്ലേസിനെ ബേസ് ചെയ്താണ് ആരും ലീഡർഷിപ്പ് കൊടുത്തത്, ആനി ബസന്റ് ഇതിന് ലീഡർഷിപ്പ് കൊടുത്തത്. അതേ സ്ഥാനത്ത് നമ്മുടെ ബാലഗംഗാധര തിലകന് ലീഡർഷിപ്പ് കൊടുത്തത് പൂനെ ബേസ്ഡ് ആയിട്ടാണ്. ആനി ബസന്റ് അടയാർ ബേസ് ചെയ്ത് ഹോം റൂൾ മൂവ്മെന്റിന് ലീഡർഷിപ്പ് കൊടുത്തപ്പോൾ ബാലഗംഗാധര തിലകൻ പൂനെ ബേസ് ഇതിന് ലീഡർഷിപ്പ് കൊടുത്തു. PSCക്ക് അതെല്ലാം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, കേരളത്തിൽ അല്ലെങ്കിൽ മലബാർ റീജിയണിൽ ആരായിരുന്നു ഹോം റൂൾ മൂവ്മെന്റിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആൻസർ വളരെ സിമ്പിൾ ആണ്, KP കേശവ മേനോൻ. മലബാർ റീജിയണിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആരാണ് ഹോം റൂൾ മൂവ്മെന്റിന് ലീഡർഷിപ്പ് കൊടുത്തത്, നമ്മുടെ ആൻസർ എന്താ, KP കേശവ മേനോൻ. അപ്പോൾ അടയാർ ബേസ് ചെയ്ത് ആനി ബസന്റ്, പൂനെ ബേസ് ചെയ്ത് ബാലഗംഗാധര തിലകൻ, അതുപോലെ കേരളത്തിൽ അല്ലെങ്കിൽ മലബാർ റീജിയണിൽ ആരാണ്, KP കേശവ മേനോൻ. ഇനി എന്തായിരുന്നു ഈ ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് ഈ ഹോം റൂൾ മൂവ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്, ആനി ബസന്റും ബാലഗംഗാധര തിലകനും ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. സെൽഫ് ഗവൺമെന്റ് ഫോർ ഇന്ത്യ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ സെൽഫ് റൂൾ, ഹോം റൂൾ, സ്വരാജ് എന്നീ മൂന്ന് വാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതേ കാര്യം തന്നെയാണ്. സെൽഫ് ഗവൺമെന്റ് ഫോർ ഇന്ത്യ, സ്വരാജ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ്, നമ്മുടെ രാജ്യം നമ്മൾ ഭരിക്കുന്നു എന്നുള്ളതായിരുന്നു ഹോം റൂൾ മൂവ്മെന്റ്. ആ പേര് പറയുന്ന പോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല, ഒപ്പം എന്തുകൂടിയുണ്ട്, നാഷണൽ എഡ്യൂക്കേഷണൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റീഫോംസ്. എഡ്യൂക്കേഷണൽ, വിദ്യാഭ്യാസപരമായിട്ടും പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ റീഫോംസ്, ഈ മൂന്ന് കാര്യങ്ങളും നല്ലതായിട്ടുള്ള രീതിയിൽ, ഇന്ത്യക്കാർക്ക് നല്ലതായിട്ടുള്ള രീതിയിൽ പുതിയ റീഫോംസ് കൊണ്ടുവരിക, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു ഹോം റൂൾ മൂവ്മെന്റിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒന്ന് സ്വരാജ്, നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ഗവൺമെന്റ്, സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നതും, രണ്ടാമത്തെ നാഷണൽ എഡ്യൂക്കേഷണൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റീഫോംസ്. ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഹോം റൂൾ മൂവ്മെന്റിലൂടെ ആനി ബസന്റും ബാലഗംഗാധര തിലകനും ഉദ്ദേശിച്ചിരുന്നത്. ഓർക്കേണ്ട അടുത്ത കാര്യമാണ് മറാഠ ആൻഡ് കേസരി. മറാഠ ആൻഡ് കേസരി എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകന്റെ രണ്ട് ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു. സോ ഡയറക്റ്റായിട്ട് അങ്ങനെ ചോദ്യം വരാറുണ്ട്, കേസരി എന്ന് പറയുന്ന പത്രത്തിന്റെയും മറാഠ എന്ന് പറയുന്ന പത്രത്തിന്റെയും സ്ഥാപകൻ ആര് എന്നും ചോദിക്കാം. അതിന്റെയും ആൻസർ എന്ത് തന്നെയാണ്, ബാലഗംഗാധര തിലകൻ തന്നെയാണ്. ഒപ്പം ഇതിനെന്താ ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം റൂൾ മൂവ്മെന്റിന്റെ ഐഡിയാസ്, നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ബാലഗംഗാധര തിലകൻ മറാഠയിലെയും MAHRATTA മറാഠ
പൂനെ മഹാരാഷ്ട്ര ബേസ്ഡ് ആണ്. സോ മറാഠ അങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ചാൽ മതി. മറാഠയുടെയും കേസരിയുടെയും കോളംസിൽ ബാലഗംഗാധര തിലകൻ ഈ ഹോം റൂൾ മൂവ്മെന്റിന്റെ ഐഡിയാസ് ഇന്ത്യക്കാർക്കിടയിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ആർട്ടിക്കിൾസ് എഴുതിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോം റൂൾ മൂവ്മെന്റ് ബേസ് ചെയ്ത ചോദ്യങ്ങൾ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ചാണ് പറഞ്ഞത്. ഹോം റൂൾ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ്, ഏത് രാജ്യത്ത് നിന്നാണ് ഡെവലപ്പ് ചെയ്തത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടി, അയർലൻഡ്. അടയാർ ബേസ് ചെയ്ത് ഹോം റൂൾ മൂവ്മെന്റ് ലീഡർഷിപ്പ് കൊടുത്തത് ആര്? ആനി ബസന്റ്. പൂനെ ബേസ് ചെയ്ത് ഹോം റൂൾ മൂവ്മെന്റ് ലീഡർഷിപ്പ് കൊടുത്തത് ആര്? ബാലഗംഗാധര തിലകൻ. മലബാർ റീജിയനിൽ ആരായിരുന്നു ലീഡർഷിപ്പ്? KP കേശവ മേനോൻ. 2 ടാർഗറ്റ്സ് നമ്മൾ നോക്കി അറിഞ്ഞിരുന്നാൽ മതി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഒപ്പം നമ്മൾ പറഞ്ഞ എന്താ, മറാഠ ആൻഡ് കേസരി എന്ന് പറയുന്ന 2 പത്രങ്ങളിലൂടെ ബാലഗംഗാധര തിലകൻ എന്ത് ചെയ്തിരുന്നു? ഈ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് അതിൻ്റെ കോളംസ് അദ്ദേഹം യൂസ് ചെയ്തിരുന്നു. സോ ഇത്രയാണ് ഹോം റൂൾ മൂവ്മെൻറ്റിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത്. ഈ സെഷനിൽ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ ഇമ്പോർട്ടൻ്റ്ലി ഈ സീരീസിലെ ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ബാക്കി വീഡിയോസ് ഇവിടെ ഒന്ന് കാണാൻ ട്രൈ ചെയ്യുക. 1857 മുതൽ 1916 വരെയുള്ള ഇവൻറ്റ്സ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഉറപ്പായിട്ടും 1947 വരെ, ഇനി വരുന്ന ക്ലാസ്സസിൽ 1947 വരെയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.